ഇപ്പോൾ അദ്ദേഹം പറയുന്നത് 8ന്റെ പണി ഈ പോകുന്നതിന് മുമ്പ് പിണറായി വിജയൻ നിയമിച്ച വഖഫ് ബോർഡ് ചെയ്തു കളഞ്ഞു. അത് ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തു. എന്താണ് ഈ ഉമീദ് പോർട്ടൽ? അത് പറഞ്ഞിട്ട് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ പുതിയ വഖഫ് ഭേദഗതി നിയമം വരുന്നതിന് മുമ്പ് വാംസി പോർട്ടൽ ഉണ്ടായിരുന്നു. വാംസി വഖഫ് അസസ്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റം ഇൻ ഇന്ത്യ എന്നാണ്. അതിപ്പോഴുണ്ടോ? ഇപ്പൊ ഈ പുതിയ ഭേദഗതി ഉമീദ് വന്നപ്പോൾ അത് പോയി. അതിന് പകരമാണ് ഈ ഉമീദ് പകരമാണ്. പക്ഷേ അത് അബോളിഷ് ചെയ്തിട്ട് ഇത് പുതുതായിട്ട് വരികയാണോ? അതിന് തന്നെ ഈ ഉമീദ് പോർട്ടൽ ആക്കി മാറ്റി? അല്ലല്ല, പുതിയ അത് വേറെ ഇത് വേറെ. അത് അബോളിഷ് ചെയ്തു. അപ്പോ പുതിയ വഖഫ് ഭേദഗതി നിയമത്തിൽ ഈ ഉമീദ് പോർട്ടൽ കൊണ്ടുപോകും. അതായത് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ്, അതാണ് ആ പോർട്ടലിന്റെ പേര്. ആക്ടിന്റെ പേരും അങ്ങനെ ആക്കി മാറ്റി പുതിയ സെക്ഷൻ കൊണ്ടുവന്നു, സെക്ഷൻ 3B. അതിൽ പറയുന്നത് എന്താണ്? ഈ പുതിയ വഖഫ് ഭേദഗതി നിയമം നിലവിൽ വരുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വഖഫായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യണം. എന്താണ് വിവരങ്ങൾ? ഇതിപ്പോ വന്നിട്ട് 1 വർഷമേ ഉള്ളൂ ഈ ഉമീദ് പോർട്ടൽ. പിന്നെ ഏപ്രിൽ 20, ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ 2025 ഏപ്രിൽ വന്നാണ്. എന്നിട്ട് പറഞ്ഞാൽ 6 months ടൈം കൊടുക്കും. അതിനകത്ത് നിങ്ങൾ ചെയ്യണം. അത് ഈ മെയ് 17 വരെ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ ഇവർ സുപ്രീം കോടതി പറഞ്ഞാൽ നിങ്ങൾക്ക് സമയം നീട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഗോ ടു ദ റെസ്പെക്റ്റീവ് വഖഫ് ട്രൈബ്യൂണൽ. പെർമിഷൻ ട്രൈബ്യൂണൽ ഇത് മെയ് 17 ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? മുനമ്പത്തിന്റെ കാര്യം 20/5/2019 വഖഫ് ബോർഡ് മുനമ്പത്തെ വസ്തുവിനെ വഖഫായി ഡിക്ലെയർ ചെയ്യും. അതിനുശേഷം അത് ഇൻ വയലേഷൻ ഓഫ് ദ വഖഫ് ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ടാണ് ഡിക്ലെയർ ചെയ്തത്. അതങ്ങനെ പോട്ടെ. അതിനുശേഷം 25/9/2019 സെപ്റ്റംബർ മാസത്തിൽ ഇവരിതിനെ വഖഫ് അസറ്റായിട്ട് രജിസ്റ്റർ ചെയ്യും. അപ്പൊ അത് 2 ടൈപ്പ് രജിസ്ട്രേഷൻ ഉണ്ട് വഖഫ് ആക്ട്. ഒന്ന്, നിങ്ങളൊരു വഖഫിന്റെ മൊത്തവല്യ നിങ്ങൾ വഖഫ് ബോർഡിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, എൻ്റെ ഇത് വഖഫാണ്, ഇതിനെ രജിസ്റ്റർ ചെയ്ത് തരണം, സെക്ഷൻ 36 പ്രകാരം. രണ്ടാമത്തെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വഖഫ് ബോർഡ് തന്നെ നേരത്തെ പറഞ്ഞ സെക്ഷൻ 40 പ്രകാരം അവരൊരു വസ്തുവിനെ വഖഫായിട്ട് ഡിക്ലെയർ ചെയ്യും. അപ്പൊ അവിടെ ആർക്കും ആപ്ലിക്കേഷൻ തരാൻ പറ്റത്തില്ല. അപ്പൊ വഖഫ് ബോർഡ് തന്നെ സുവമോട്ടോ അതിനെ രജിസ്റ്റർ ആസ് പെർ സെക്ഷൻ 40. അപ്പോൾ അന്ന് ഈ വഖഫ് ബോർഡ് ഈ വസ്തുവിനെ 9980/6 എന്നുള്ള രജിസ്റ്റർ നമ്പരും കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ മുനമ്പത്തെ ഭൂമി. അപ്പൊ ഞാൻ തന്നെ അത് സഹായിക്കുന്നത് മുൻപത്ത് തന്നിട്ട് നമ്മൾ ഈ വഖഫായി ഡിക്ലെയർ ചെയ്തതിനെയും അതുപോലെ തന്നെ ഈ രജിസ്ട്രേഷനെയും ചലഞ്ച് ചെയ്തുകൊണ്ടാണ് വഖഫ് ട്രൈബ്യൂണലിൽ ഇപ്പോൾ കേസ് നടക്കുന്നത്. അപ്പോഴാണ് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു, ഇങ്ങനെയുള്ള രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രോപ്പർട്ടി എല്ലാം ഉമീദ് പോർട്ടലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം.